നമസ്കാരം. റെയിൽവേ സ്റ്റേഷന് സമീപം ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായ തൊഴിലാളി ജോയിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്ന് വീണ്ടും പുനരാരംഭിക്കും. രണ്ടാം ഘട്ട തെരച്ചിലിനായി NDRF സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഡൈവിംഗ് സംഘവും ചേരും. ഇന്നലെ എത്തിച്ച റോബോട്ടിക് സംവിധാനം ഉപയോഗിച്ചാണ് ഇന്ന് തിരച്ചിൽ തുടരുക. മാൻഹോളിലേക്ക് ഇറങ്ങാൻ ശേഷിയുള്ള റോബോട്ടിനെയാണ് ഇന്നലെ എത്തിച്ചത്. സ്റ്റാർട്ടപ്പ് മിഷന്റെ ഭാഗമായി ആരംഭിച്ച ജെൻ റോബോട്ടിക്സ് കമ്പനിയുടെ റോബോട്ടിക് യന്ത്രമാണ് എത്തിച്ചിരിക്കുന്നത്. ജെൻ റോബോട്ടിക്സിന്റെ യന്ത്രം മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചു. ഇവ ഉപയോഗിച്ചായിരിക്കും ഇനിയുള്ള രക്ഷാപ്രവർത്തനം നടക്കുക. ജോയിയെ കണ്ടെത്താൻ പലതവണ സ്കൂബ സംഘം ഇന്നലെ പലതവണ തോട്ടിലേക്ക് ഇറങ്ങിയെങ്കിലും ദുഷ്കരമായതിനാൽ തിരിച്ച് കയറുകയായിരുന്നു. ടണലിനടിയിലെ മാലിന്യം നീക്കം ചെയ്യാതെ തിരച്ചിൽ സാധ്യമാകില്ല എന്നാണ് രക്ഷാസംഘത്തിൻ്റെ അറിയിപ്പ്. അതിനിടെ സംഭവസ്ഥലത്ത് സന്ദർശനം നടത്തിയ അസിസ്റ്റന്റ് റെയിൽവേ ഡിവിഷണൽ മാനേജർ അപകടത്തെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായില്ല. ARDM വിജിയാണ് കഴിഞ്ഞ ദിവസം അപകടസ്ഥലം സന്ദർശിച്ചിട്ടും പ്രതികരിക്കാതെ മടങ്ങിയത്. തോട് വൃത്തിയാക്കാനിറങ്ങിയ മാരായമുട്ടം സ്വദേശി ജോയിയെയാണ് ആമയിഴഞ്ചാൻ തോട്ടിൽ കാണാതായത്. ഇന്നലെ രാവിലെയായിരുന്നു സംഭവം. റെയിൽവേയുടെ നിർദ്ദേശാനുസരണം ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയതാണ് ജോയ്. വലകെട്ടി മാലിന്യം മാറ്റാനുള്ള ശ്രമത്തിനിടെ ഇയാൾ തോട്ടിലെ ഒഴുക്കിൽപ്പെടുകയായിരുന്നു എന്നാണ് സംശയിക്കുന്നത്.